ഹലോ ഗൈസ്, രാവിലെ നമ്മൾ നീച്ച് ഇന്ന് ലക്ഷദ്വീപിക്കാണ് പോകാൻ പ്ലാൻ. നമുക്ക് ഫ്ലൈറ്റ് കാലിക്കറ്റാണ്. എല്ലാവരും നല്ല എക്സൈറ്റഡ് ആണ് ഗൈസ്. നമ്മുടെ പിള്ളേരെ പിന്നെ എവിടെയൊക്കെ സ്ഥലം കിട്ടിയാൽ മതി, എവിടെ കിട്ടിയാൽ ഒരു വിലെടുക്കും. എന്താ അവൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലായില്ല. അങ്ങനെ നമ്മുടെ ടൈമായി നമ്മൾ ബസ് കയറി. എല്ലാവരും വിചാരിക്കും ഇതാണ് നമ്മൾ പോകുന്ന ഫ്ലൈറ്റ്. ഇതല്ല ഗൈസ്, ഇതാണ് നമ്മൾ പോകുന്ന ഫ്ലൈറ്റ്. ഏറ്റവും ബാക്കിൽ നിൽക്കുന്ന സിനിമയാണ് ഗൈസ്. പക്ഷെ നമ്മൾ വേണ്ടി അടിച്ചാൽ നമ്മൾ മലയാളികൾ അങ്ങനെയാണല്ലോ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് എടുത്തു ഗൈസ്. വിമാനം പൊങ്ങിയപ്പോൾ പെണ്ണിത് ഭയങ്കര പേടി. അങ്ങനെ നമ്മൾ അകട്ടി എയർപോർട്ടിലെത്തി. നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി കാർ വന്നു. അങ്ങനെ നമ്മൾ ലക്ഷദ്വീപിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി വണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിന് ബാക്കി അവിടെ കാണാം. ഇവിടെ എത്തിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ച കാര്യം, ഇവിടെ എല്ലാത്തെങ്കിലും ഒരു വെള്ളം ചോപ്പും കളറടിച്ചിട്ടുണ്ട്. അപ്പം ചോദിച്ചു ഇവരോട് ഇതെന്താ സംഭവം. അപ്പോൾ രാത്രി ലേറ്റ് അടിച്ച വേഗം കാണാൻ വേണ്ടി അത്ര ആക്സിഡൻസ് ഒന്നും ഉണ്ടാവാതിരിക്കാനാണ് അത്ര ഇങ്ങനെ ചെയ്യുന്നത്. റൂമിലേക്ക് ഞങ്ങൾക്ക് നല്ല കരിക്കും പിന്നെ നെയ്ച്ചോറും ചിക്കൻ കറിയും തന്നു. ഓഫ് അത് കഴിച്ചപ്പോൾ ഇവിടെ സൺസ്ക്രീൻ വെച്ചൊരു കാര്യമില്ല കേട്ടോ. അമ്മാരി വെയില്ല, കാരണം അടിച്ചൊരു പരിപാവും. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ നടക്കണം. ഈവനിങ് ആയപ്പോൾ നമ്മൾ വീണ്ടും ഇറങ്ങി ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട്. ഇവർക്ക് പിന്നെ മൃഗങ്ങളോട് സംസാരിക്കാൻ പണ്ടേ നല്ല കഴിവാ. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി വീണ്ടും ഇറങ്ങി. സംഭവം ഗൈസ്, ഇവിടെ ഒരു ഗ്രാമമാണ് ഗൈസ്. നമ്മളിവിടെ ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ കോമാളി പോലെ എനിക്ക് ഫീൽ ചെയ്തത്. കാരണം എല്ലാവരും ഒരു തനി നാടൻ അങ്ങനെയാണ് നടക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെ ഓവറാക്കി നടക്കുക. ലക്ഷദ്വീപിൽ തലങ്ങും വിലങ്ങും നടന്ന് ഇവിടെ എല്ലായിടത്തും പോയി ഫോട്ടോ എടുക്കണം. അത് കൂടാണ്ട് പിന്നെ നടക്കണത്തൊക്കെ എടുത്തും ചെയ്യുന്നുണ്ട്. എന്തായാലേ സുഹല ഊഞ്ഞാലാടുന്ന കാഴ്ചയാണ് ഗൈസ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഇവിടെ മസ്റ്റാൻ ട്രൈ ചെയ്യേണ്ട സാധനമാണ് ദീപുണ്ടയും ഫിഷ് കട്ട്ലറ്റും. അടിപൊളി. ഈ മീൻ അപ്പം പിടിച്ചല്ല ഗൈസ്, ഇത് അവിടെ 5ാം ക്ലാസ് പഠിക്കുന്നൊക്കെ പിടിച്ചതാ. ഓനെ കൊണ്ട് കഴിയും. അത് കഴിഞ്ഞിട്ട് മീനെ കിട്ടി ഗൈസ്. ഇതെന്താ മീൻ നമുക്ക് പിടുത്തില്ല, കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്റെ ചുണ്ടനെ ഭയങ്കര കൂടുതലാണ്. അതിനെ പിടിക്കാൻ കിട്ടില്ല. പിടിച്ചു കഴിഞ്ഞാൽ കുത്തുന്ന ഉറപ്പാ. നമ്മുടെ ചക്കത് കൂടായി പിടിച്ച് ചക്കനെ കുത്തി പെട്ടക്കലെ കണ്ടോ ഗൈസ്. ഇവന്മാർ അതിന്റെ ചുണ്ടത് ചവിട്ടിയിട്ടാണ് ഗൈസ് അതിനെ കൈ കൊണ്ടെടുക്കുക. അവസാനം നമ്മുടെ കൂട്ടത്തിൽ ഒരുത്താൻ വേണ്ടി വന്നു അതിനെ കൈ കൊണ്ടെടുക്കാൻ. മാസ് ചത്ത് കഴിഞ്ഞാണ് ഗൈസ് നമ്മൾ അതിനെ റിലീസ് ചെയ്ത്. എന്തായാലും ചാവിൻ്റെ ഒരു മനസ്സ്. അപ്പോൾ ഇന്നത്രേ ഉള്ളൂ. അപ്പോൾ ബാക്കി നാളെ കാണാം. ബായ്.